ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ പ്രസവിക്കാൻ വേണ്ടി പോവാണ്. നമ്മളല്ല, ഒരു വണ്ടി നിറയെ ആളുകൾ. നമ്മൾ പ്രസവിക്കത്തില്ല, നമ്മൾ പ്രസവിക്കുന്നത് കാണും. പ്രസവിക്കാനുള്ള ആള് ഫ്രണ്ട് ഇരിപ്പുണ്ട്. ഇതാണ് പ്രസവിക്കാൻ പോകുന്ന ആള്. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. ഞാൻ കുറച്ച് റിച്ച് ലുക്കിലാണ്. ഇൻ കേസ് ഇന്ന് പ്രസവം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു റീലും കൂടെ ഇറക്കാം. അതായത് കൊച്ചു ആദ്യമായിട്ട് എന്നെ കാണുമ്പോ ഞാൻ നല്ല സുന്ദരി ആയിരിക്കണം. കൊച്ച് ഇവരെ കാണുമ്പോ ഇങ്ങനത്തെ ഒരു ലുക്കാണല്ലേ, എന്നെ കാണുമ്പോ കുറച്ച് എന്റെ ആന്റി കുറച്ച് റിച്ച് ആണല്ലേ, സോ ഐ ലൈക്ക് എന്ന്. വല്യമ്മച്ചീന്നൊന്നും വിളിപ്പിക്കത്തില്ല, വല്യമ്മച്ചൊന്നും വിളിപ്പിക്കത്തില്ല. ഒന്നി എന്റെ പേര് വിളിക്കുക. കുഞ്ഞമ്മ പോലെ എന്നെ വല്യമ്മച്ചീന്ന് വിളിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മൂമ്മേന്ന് വിളിക്കില്ല, അമ്മ പറഞ്ഞിട്ട് മുത്തശ്ശീന്ന് വിളിക്കാൻ ചാൻസ്. അച്ഛൻ എവിടെയെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി, അച്ഛൻ ഓൾറെഡി ഒരു സർജറിയും കഴിഞ്ഞ് പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഒരുപാട് നേരം ഹോസ്പിറ്റലിൽ നിൽക്കാനായിട്ട് പറ്റത്തില്ല. സോ അച്ഛൻ അങ്ങ് ഡെലിവറി നടക്കുന്ന അന്ന് മാത്രമേ ഹോസ്പിറ്റലിലോട്ട് വരത്തുള്ളൂ. പെട്ടിയൊക്കെ എടുത്തിട്ടാണ് റിസോർട്ടിലോട്ട് വരുന്നതാണ് കേട്ടോ വരുന്നത്. അതെ, പെട്ടിയൊക്കെ ഉരുട്ടി റൂമിലേക്ക് പോവുകയാണ്. വീതമ്മ ചന്ദനക്കുറിയൊക്കെ ഇട്ട് നല്ല കുട്ടിയായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. സോ അതാണ് വിധി മാറ്റി എഴുതുന്നത്. എക്സൈറ്റഡ് ആണോ മാ? ആരായാലും കുഴപ്പമില്ല. നമ്മള് സെക്യൂരിറ്റി ഓഫീസിലേക്ക് പോവാണ്. അതായത് ഇവിടെ വീഡിയോ എടുക്കണമെങ്കിൽ പെർമിഷൻ വേണം. അപ്പൊ നമ്മള് പെർമിഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അമ്മയുടെ മകളുടെ ആദ്യത്തെ പ്രസവം, നമ്മുടെ വീട്ടിലെ രണ്ടാമത്തെ പ്രസവം. അമ്മ ഓൾറെഡി പ്രസവിച്ചല്ലേ. നമ്മള് റൂം എടുത്ത് ഗൈസ്, നമ്മള് റൂം എടുത്തിട്ട് നമ്മളിതേ റൂമിലേക്ക് കയറുകയാണെങ്കിൽ റൂം കാണിച്ചു തരാം. അമ്മ ടെൻഷനിലാണെന്ന് തോന്നുന്നു. സോ ഇതാണ് നമ്മുടെ റൂം. TV ഉണ്ട്, അതാണ് ഒരു ആശ്വാസം എനിക്ക്. പിന്നെ ബോക്സ്, വെള്ളം, പിന്നെ ഇത് വാഷ്റൂം ഉണ്ട്. ഇത്രയും നേരം ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എന്തൊക്കെയോ ചെറിയ ചെറിയ ടെൻഷൻസ് ഒക്കെ തോന്നുന്നു. എന്തുവാ സംഭവം എന്ന് അറിയത്തില്ല അല്ലേ അമ്മ? ചെറിയ ചെറിയ ടെൻഷൻസ് ഒക്കെ വന്ന് തുടങ്ങി. ആൻഡ് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു മെമ്പറും കൂടെ വരുന്നു. എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? പറയൂ അമ്മ, പറയൂ, എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? എപ്പോഴും ചിരിച്ചു കണ്ടിട്ട് കരയുന്നെന്ന് പറഞ്ഞ നാട്ടുകാരിനെ എന്നെ തല്ലാൻ വരും. ഇതൊന്നും മൂങ്ങുന്നു ഗൈസ്, പട്ടി മൂങ്ങുന്ന പോലെ. ഇണക്കുരുവികൾ റൂമിലോട്ട് പോവാണ്. ₹7,000. ഗൈസ്, നമ്മൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതായത് അമ്മ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് വന്നത്. അപ്പൊ സൂര്യമോൻ ബ്രദർ ഇപ്പൊ ഫുഡ് കൊണ്ടുവരും. അപ്പൊ അതിനു മുമ്പ് അവർക്ക് ചെറിയ ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് കൊടുക്കണം. അപ്പൊ ആ ഫുഡ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഷുഗർ ഡയറ്റ് ആണ്. എന്നാലും ഷുഗറുള്ള സാധനം കാണുമ്പോൾ ഞാൻ വാങ്ങിച്ചതില്ല. അപ്പൊ ഞാൻ ഡയറ്റൊക്കെ മറക്കും. നമ്മൾ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ച് വെക്കും നമുക്ക് വേണ്ടിയിട്ട്. ഉഴുന്നോടെ ഉണ്ട്, ക്യാരറ്റ് കേക്ക് ഉണ്ട്, സുഗിയൻ ഒരെണ്ണം ഉണ്ട്. ഉഴുന്നോടെ എനിക്കാ. നമുക്കുള്ള ഫുഡ് കൊണ്ട് റൊണാൾഡോ വന്നിട്ടുണ്ട്. അതെന്റെ കുപ്പി, അതിനകത്ത് തന്നെ വെള്ളം കൊണ്ടുവന്നേ. ഇവിടെ വേറെ കുപ്പിയും വെള്ളം ഉണ്ടല്ലോ. ഈ ആശുപത്രിയിലൊക്കെ കുപ്പി കൊണ്ടുവരുന്നു. നമ്മളൊരു ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട് കൈ. കൊച്ചോൺ ദ വേ ആണ്. പകുതി വഴി വരെ എത്തിയിട്ടുണ്ട്. ഉറക്കം. ഇപ്പൊ സമയം 8 മണിയായി. എല്ലാവരും ഉറക്കം എണീറ്റ് അതേ കുളിച്ച് ഒന്ന് ഫ്രഷായി. ഞാൻ കുളിച്ചില്ല, എൻ്റെ ലിപ്സ്റ്റിക് ഇല്ലാത്തതുകൊണ്ട് ഒരു മാറ്റത്തെ ലുക്ക്. പിന്നെ നമ്മൾ രാത്രിയിലത്തേക്കുള്ള ഞം വാങ്ങിക്കാൻ പോകുന്നു. ആ കാര്യപരിപാടി മാത്രം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. വന്നപ്പോൾ എന്ത് കോലമായിരുന്നു.
ഗീതമ്മ, ആർ യു എക്സൈറ്റഡ് ഫോർ ദ ഡെലിവറി? എക്സൈറ്റഡ് ആണ്, ടെൻഷനുണ്ട്, പിന്നെ അംഗത്തിന് തയ്യാറായിട്ട് നിൽക്കുക, മാസുണ്ട്, ആക്ഷൻ. പിന്നെ നമ്മളിത് ഇവിടെ രാവണപ്രഭു കണ്ടിട്ട് പ്രസവിക്കാൻ പോകുന്നത്. സോ ഈ വ്ളോഗിൽ ലാലേട്ടൻ കമന്റ് ഇടണം. സോ രാത്രിയിലത്തെ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ. ഗീതമ്മ അങ്ങനെ ഇടിയപ്പം കഴിക്കാനായിട്ട് പോകുന്നു. ഇടിയപ്പവും കറിയും ഉണ്ട്, ചിക്കൻ കറിയാണ്. ഒരുപാട് എരി ഉണ്ടെങ്കിൽ ഇച്ചിരി എടുത്താൽ മതി. ആദ്യം ഭർത്താവിന് കൊടുത്തിട്ടത് വിഷരഹിതമാണോ എന്ന് നോക്കിയിട്ട് വേണം തിന്നാൻ. അങ്ങനെ നമ്മുടെ ഗീതമ്മ നടക്കുകയാണ് ഗൈസ്. നാളെ വെളുപ്പിന് ഗീതമ്മയ്ക്ക് ഡെലിവറിയാണ്. അപ്പം നടന്ന് ഗീതമ്മ അടുത്ത ജംഗ്ഷനിലെത്താൻ പോവാ. ഗീതമ്മ നടക്കുന്നത് നാളെ ഗീതമ്മയ്ക്ക് പ്രസവമായോണ്ടാന്ന് പറയും. ഞാൻ എന്തിനാണ് അവ ഇങ്ങനെ പുറകെ കിടന്ന് നടക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വേദന വന്ന് പ്രസവം ആയിരുന്നെങ്കിലേ കുഴപ്പമില്ലായിരുന്നു. വിഷമം വരുന്നു. അമ്മ ഇപ്പം കരയും ഗൈസ്. അതിനു മുമ്പ് ഞാൻ ഫോൺ ഓഫ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ഞാനും എൻ്റെ ബ്രദറും ബാക്കിയുള്ളവർ ഇവിടെ സ്റ്റേ ആയിരിക്കും. നാളെ രാവിലെ വെളുപ്പിനെയാണ്. അപ്പോൾ അതുവരെ അവർ സ്റ്റേ ആണ്. അപ്പോൾ ഇന്ന് ഡേ 2 ആണ്, രണ്ടാമത്തെ ദിവസം. ഇന്നാണ് ഡെലിവറി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായി. അമ്മ ദാ നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഇനി അമ്മയ്ക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാം. താഴെ ക്യാൻറ്റീനിൽ പോയിട്ട് അമ്മ ഫുഡ് വയ്ക്കും. അവളെ രാവിലെ തന്നെ കൊണ്ടുവരും. ഓൾമോസ്റ്റ് ഒരു 6 മണി 7 മണി ടൈമായപ്പോൾ പോയി. എങ്ങനെയുണ്ട് അമ്മ ഇഡലി? ഇഡലിയും സാമ്പാറും കണ്ടുണ്ട്, ഇഡലിയും ചട്നിയും കഴിക്കുന്നവരെ കണ്ടുണ്ട്. ഇഡലിയും പല വെറൈറ്റീസ് ഇഡലിയും മുട്ടക്കറിയും കൂടെയാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അമ്മയ്ക്ക് ഇന്ന് സാമ്പാർ കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, പകരം ഇഡലിയും മുട്ടക്കറിയും കഴിക്കാനാണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു. ഗീതമ്മ ഇപ്പൊ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഗീതമ്മ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാനായിട്ട് കിടക്കാണ് കഴിച്ചു. ഗീതുവിന് നടക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ കൂടെ നടക്കുകയാണ്. അപ്പൊ അവരുടെ വയറും കുറയും. ഗീതുവിന്റെ വയറ് ഒഴിയുന്നു, ഞങ്ങളുടെ വയറും കുറയട്ടെ. ഗീതമ്മേന്റെ മുടിയൊക്കെ കെട്ടിക്കൊടുക്കുകയാണ് ഗൈസ്. ഗീതമ്മ റെഡി ഫോർ ദ. വീണ്ടും കെട്ടിക്കൊടുക്കേണ്ടി വരുമോ അമ്മ? വണ്ടി എടുത്തു തുടങ്ങി. കാത്തിരിപ്പ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരിപാടിയല്ലേ അമ്മ? ഇത്ര മണിക്കൂർ കൊണ്ട് ക്ഷമ എടുത്ത് ഞങ്ങൾ ഇത്ര നേരം കൊണ്ട് നോക്കിയിരിക്കാന്നറിയാമോ? ഞാനും എൻ്റെ പെണ്ണും എൻ്റെ ചെറുക്കനും. ഇങ്ങോട്ട് പോയി വിട്ട് എന്തിനാ അവിടെ കിടന്ന് ചെയ്തുകൂടെ? അമ്മയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിത് ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ട് ഭയങ്കര വിശേഷമായില്ലേന്ന് ചോദിക്കുന്ന തെണ്ടികൾക്കൊന്നും ഇതിൻ്റെ ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഇത് ആ സുഖപ്രസവം എന്ന് പറയുന്ന മാതിരി എടുത്തിട്ടായിരിക്കണം. ഗീതം അങ്ങനെ നടക്കുകയാണ്. എങ്ങനെയുണ്ട് ഗീതം ഈ ഒരു എക്സ്പീരിയൻസ്? ആക്ച്വലി ഗീതമ്മയ്ക്ക് ഈ സംഭവങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പം ചെറുതായിട്ട് എൻ്റെ തലയൊന്ന് കറങ്ങി. എനിക്ക് കുറച്ച് ഇഷ്യൂസ് വന്ന് ഫസ്റ്റ് ടൈം ഇത് കാണുന്നതിൻ്റെ ഞാൻ ഓൾറെഡി എനിക്ക് കുറച്ച് ബോഡിക്ക് ഇഷ്യൂസ് ഉണ്ട്. ലൈക്ക് ഞാൻ ഭയങ്കര ലോല ഹൃദയമാണ്. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും എനിക്ക് തലകറക്കം അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ വരും. ഞങ്ങൾ വീണ്ടും നടത്തം ആരംഭിച്ചിരിക്കുന്നു. ഈ പ്രസവത്തിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ നടത്തം എന്നെനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഗീതമ്മ പ്രസവിക്കാൻ പോകുമ്പോൾ ഞാനൊരു മന്ത്രം പറഞ്ഞുതരാം. ചപ്പാത്തി 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 ചപ്പാത്തി. അത് പറഞ്ഞെന്ന് അവനാട്ടോ എനിക്ക്. നമ്മൾ ഉറങ്ങാൻ പോവാണ്. നമ്മളുടെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ഇന്ന് ഗീതമ്മയുടെ ഡെലിവറി ഇല്ല. മേ ബി വെളുപ്പിനെ ആയിരിക്കും. എന്തിന്
ഇപ്പോൾ സമയം ഏകദേശം എത്ര മണിയായി കാണുന്നു? 5 മണി. 4:30 5 മണിയൊക്കെ ആയിട്ടുണ്ട്. പല്ലൊന്നും തേച്ചിട്ടില്ല. ഇവിടെ കൊണ്ട് ആക്കിയിട്ട് തിരിച്ചു വന്നിട്ട് പല്ലൊക്കെ തേക്കാന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം അറൗണ്ട് 7:30 ആയിട്ടുണ്ട്. ഇതുവരെ ഒന്നും ആയില്ല. അവൾ ലേബർ റൂമിലോട്ട് പോയേക്കോ. നമ്മളെല്ലാം ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുക. അപ്പം ചായ വാങ്ങിക്കാൻ പോയി സൂര്യയൊക്കെ. അങ്ങനെ ഇന്ന് എത്ര ഡേ? 3, 4, 5, 6 4ാമത്തെ ദിവസമാണ്. ഇന്ന് എന്തായാലും കാണുമെന്ന് പ്രതീക്ഷിക്കാം. പേരൊന്നും കൂടെ പറ. നമ്മൾ വി ഫോർ വിക്ടറി. ഈ വീട്ടിലേക്ക് ആരാ വരാൻ പോകുന്നൊരു കുഞ്ഞാവ വരാൻ പോവല്ലേ? കുഞ്ഞാവേനെ വെയിറ്റ് ചെയ്തിരിക്കുവോ ഇവിടെ അല്ലേ? ടാറ്റ പറ എല്ലാവർക്കും. ഹായ് പറ. ഹായ്. അമ്മ ഇരുന്ന് പൊതിച്ചോറ് കഴിക്കുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ അപ്പൂപ്പനാണ് ഗൈസ്. പ്രായം കൊണ്ടായില്ലെങ്കിലും ഒരു അപ്പൂപ്പനായി അങ്ങേര്. പുതിയ അപ്പൂപ്പൻ എന്തുവാ പറയാനുള്ളത്? പറയൂ അപ്പൂപ്പ. ജാടേ മുട്ടം നോക്കേ, ആശുപത്രി പോണേനാ. അങ്ങനെ ഞാനും ഒരു ആൻറ്റി എന്ന ഫീൽഡിലേക്ക് എത്തിയിരിക്കുന്നു. സോ കോംപ്ലിമെൻ്ററി ഗിഫ്റ്റ് ഫ്രം ഹോസ്പിറ്റൽ. അമ്മ ഒരു അമ്മൂമ്മയായി. 4 ദിവസം കൊണ്ട് ഒരു നിൽപ്പ് നിൽക്കുക നടക്കുക. ഒന്നും ഉറങ്ങിയിട്ടില്ല, ഒന്നും ഇരുന്നിട്ടില്ല. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുക. പിന്നെ ഭയങ്കര സന്തോഷം എനിക്ക്. കുഞ്ഞാവ പൊന്നും കൂടെ തന്നെ കിട്ടി. ആണായാലും പെണ്ണായാലും കുഴപ്പമില്ലായിരുന്നു. ഏതായാലും ഒരു കുഞ്ഞ് കിട്ടിയാൽ മതി. അങ്ങനെ കിട്ടി. ഒരച്ഛനായിരിക്കുന്നു താങ്കൾ. ഒരമ്മൂമ്മയായിരിക്കുന്നു. എന്നെ എപ്പോഴും ഇങ്ങനെ പറയാൻ നമ്മൾ സെറ്റ്. ഞാൻ ഒഫീഷ്യലി ഒരു ആൻറ്റി ആയിരിക്കുന്നു. ആൻറ്റി മഞ്ജു പറ, കുഞ്ഞുങ്ങളെ എങ്ങനെ ശുശ്രൂഷിക്കണം? അരികൈകൊണ്ട് തൊടാൻ പാടില്ല. കൊച്ചിന്റെ മുമ്പിൽ നട്ടാശിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ പുതിയ തലമുറ അല്ല, പഴയ തലമുറയ്ക്ക് അത്ര കഴിവുകളൊക്കെ ഉണ്ട്. ഈ പുതിയ തലമുറ പഴയ തലമുറ ഈ ഡയലോഗ് ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ ജീവിതം? അങ്ങനെ കുഞ്ഞാവ വന്ന് എല്ലാം ഹാപ്പിയായി. അമ്മ ഹാപ്പിയാണ്, അച്ഛൻ ഹാപ്പിയാണ്, ഗീതമ്മ ഹാപ്പിയാണ്, അനന്തണ്ണ ഹാപ്പിയാണ്, ഞങ്ങൾ ഹാപ്പിയാണ്, കുഞ്ഞാവ ഹാപ്പിയാണ്. അപ്പോൾ ഈ വ്ളോഗ് കാണുന്ന നിങ്ങളും ഹാപ്പി ആയിരിക്കും. എൻ്റെ ഫസ്റ്റ് വ്ളോഗായിട്ട് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. പിന്നെ കുറേ സമയത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്തൊക്കെ. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു തൊഴുമ്പ് വീഡിയോ ആയിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങോട്ട് മാറ്റാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്തോ ചെയ്യില്ല, എല്ലാം നന്നായിരിക്കുക. ഒരെണ്ണം